കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭായോഗം മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ പഠനങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നൊരു പുസ്തകമായി അപ്പോസ്തല പ്രവൃത്തിയെ നമുക്ക് കാണാം. ഒത്തിരിയേറെ സൂക്ഷ്മവശങ്ങൾ നമ്മളിത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴമായ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപരിതലമായിട്ടുള്ളൊരു പഠനം ഒരിക്കലും നമ്മെ കൃത്യമായിട്ടുള്ളൊരു സത്യത്തിലേക്ക് നടത്തുകയില്ല. ആഴമായിട്ടുള്ളൊരു പഠനം തന്നെയാണ് നമുക്ക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. കഴിഞ്ഞ നാളുകളിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 10-ാം അധ്യായം നോക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിലൂടെ വിജാതിയുടെ അടുക്കിലേക്ക് രക്ഷ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. എന്നാൽ നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷത്തിലൂടെയുള്ള ജാതികളുടെ രക്ഷയല്ല പത്രോസ് അവിടെ പ്രസംഗിച്ചത്. പ്രവാചകന്മാർ മുന്നറിയിച്ചതിന് പ്രകാരമുള്ള യഹൂദനിലൂടെയുള്ള രാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെയുള്ള ജാതികളുടെ രക്ഷയെക്കുറിച്ചാണ് കൊർന്നല്യോസിന്റെ വീട്ടിലെല്ലാം അദ്ദേഹം പ്രസംഗിച്ചത്, പത്രോസ് പ്രസംഗിച്ചത്. തന്നെയുമല്ല, ജാതികൾക്ക് പോലും രാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെ ഒരു രക്ഷയുണ്ടെന്ന് അപ്പോസ്തലനായ പത്രോസ് പോലും തിരിച്ചറിഞ്ഞത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന സംഭവങ്ങളെ തുടർന്നാണ് പത്രോസിന് പോലും അത് മനസ്സിലായത് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാസ്തവമായും ഞാൻ അറിയുന്നു, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പത്രോസ് പറയുന്ന പ്രസ്താവനകൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. എന്ന് പറഞ്ഞാൽ, അതുവരെ അപ്പോസ്തലനായ പത്രോസിന് പോലും ചില സംഗതികൾ അറിയില്ലായിരുന്നു. എന്നാൽ ദൈവം പടിപടിയായി പത്രോസിനെയും ഒരു തിരിച്ചറിവിലേക്ക് നടത്തി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തന്നെ ദൈവം കൊടുത്ത ഈ പ്രകാശനം, രാജ്യത്തിന്റെ സുവിശേഷം, യഹൂദന്മാരാൽ, പ്രമാണികളാൽ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരാലും തന്നെ ഈ സുവിശേഷം തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുകയാണ്. 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലന്മാരായ പത്രോസും കൂട്ടരും വളരെ തീക്ഷ്ണതയോടുകൂടെ സുവിശേഷീകരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ ദമാസ്കസിന്റെ പടിവാതിൽക്കലിട്ട് ദൈവം പിടിക്കുകയാണ്. ഒരു പ്രത്യേക സ്വർഗീയ ദർശനത്തോടുകൂടെ ദൈവം അവനെ വിളിക്കുകയാണ്. നീ കണ്ടതിനും ഇനി നിനക്ക് കാണിച്ചു തരാനിരിക്കുന്നതിനും നീ സാക്ഷിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ധനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനനിയാസിനെ ആ ഭവനത്തിലേക്ക് അയക്കുന്നു. അവനിലൂടെ അവന് കാഴ്ച കൊടുക്കുന്നു. അതിനുശേഷം ശൗൽ എന്ന് പറയുന്ന പൗലോസ് വളരെ അപ്പോസ്തലന്മാരോട് ചേർന്ന്, അല്ലെങ്കിൽ തനിക്ക് അവ്യക്തമായ, അല്ലെങ്കിൽ തനിക്ക് ധാരണയില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പടിപടിയായി ദൈവം ചില കാര്യങ്ങളെ അദ്ദേഹത്തിന് വെളിപ്പാടിലൂടെ നൽകുകയാണ്. അല്ലെങ്കിൽ യേശു തന്നെയാണ് മശിഹ എന്ന് അപ്പോസ്തലനായ പൗലോസിന് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഏതാനും വർഷങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അപ്പോസ്തലനായ പത്രോസും കൂട്ടരും വളരെ തീക്ഷ്ണതയോടുകൂടെ ഈ സുവിശേഷം പറഞ്ഞു നടക്കുകയാണ്, രാജ്യത്തിന്റെ സുവിശേഷം. ആ കാലയളവിലാണ് പൗലോസിനെ ദൈവം വിളിക്കുന്നതും വേർതിരിക്കുന്നതും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഈ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യനെയും ശൗൽ എന്ന് പറയുന്ന പൗലോസിനെയും വിളിച്ച് മാറ്റി നിർത്തുവാൻ പരിശുദ്ധാത്മാവ് പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രത്യേകമായിട്ടൊരു സംഭവം സംഭവിക്കുകയാണ്. 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതായത് ബർയേശു എന്നാണ് പേര്. കൂടെ ഒരു യേശു ചേർന്നിട്ടുണ്ടെങ്കിലും ബർയേശു എന്നാണ് പേര്. എന്നാൽ അവനൊരു കള്ളപ്രവാചകനായ ഒരു മന്ത്രവാദിയായിരുന്നു. വിദ്വാൻ എന്ന് പറയുന്നത് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൻ കള്ളപ്രവാചകനും ഒരു മന്ത്രവാദിയുമായിരുന്നു. അല്ലെ, നമ്മുടെ നാട്ടിലും അല്ലെ കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന പല കള്ളപ്രവാചകന്മാരെയും മന്ത്രവാദികളെയും നമുക്ക് കാണാമല്ലേ. ദൈവശക്തിയാലല്ല, മാന്ത്രിക ശക്തിയാലും കൺകെട്ട് വിദ്യയാലും ഒക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് മനുഷ്യരെ വശീകരിക്കുന്ന ഒരു കൂട്ടം ജനം. അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ കാണുകയാണ്. വായിക്കാം.
അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അതായത് സെർഗിയോസ് പൗലോസ് എന്നാണ് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ സെർജിയൂസ് പാവൂളൂസ് എന്നാണ് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൗലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസ് ആണെന്ന് ചിന്തിക്കരുത്. അവിടെ സെർജിയൂസ് പാവൂളൂസ് എന്ന് പറയുന്ന ഒരു ദേശാധിപതി, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ദേശാധിപതി, അവനോട് കൂടെ അവന്റെ ഒരു സദസ്യനായിരുന്നു ഈ ഏലിമാസ് എന്ന് പറയുന്ന ഈ മന്ത്രവാദി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഒരു സദസ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലും അദ്ദേഹത്തോട് ചേർന്നും അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഇടപെട്ടും ഇങ്ങനെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഉന്നതന്മാരായവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മന്ത്രവാദിയായിരുന്നു ഈ ഏലിമാസ് എന്ന് പറയുന്നത്. ഏലിമാസ് വിദ്വാൻ എന്ന് പറഞ്ഞാൽ അതാകുന്നു അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മാന്ത്രികൻ. ഏലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അപ്പോൾ വിദ്വാൻ എന്ന് പറഞ്ഞാൽ മാന്ത്രികൻ, ഒരു മാന്ത്രിക ജാലക്കാരനായിരുന്നു ഈ ഏലിമാസ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ നടന്ന സംഭവം എന്താണ്? അതിന്റെ 8ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ഏലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ മനുഷ്യൻ ഏലിമാസ് എന്ന് പറയുന്ന ഈ മന്ത്രവാദി അല്ലെങ്കിൽ ഈ മാന്ത്രികൻ പൗലോസ് പറയുന്ന സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന സെർജിയോസ് പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ നേരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പൗലോസ് പറയുന്ന വാക്കുകളാണ് താഴെ നമ്മൾ വായിച്ചത്. പെട്ടെന്ന് ഒരു ശാപവാക്ക് പോലെ തോന്നാമെങ്കിലും ഒരിക്കലും പൗലോസ് ഒരു അസഭ്യമോ ഒരു ശാപമോ അല്ല അവിടെ പറയുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അവൻ എന്താണ് എന്നുള്ളത് പൗലോസ് ഒന്ന് പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വികാര പ്രകടനമുണ്ടല്ലേ. ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിലപ്പോൾ അസഭ്യം പറയാൻ തോന്നും, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ജീവികളുടെ പേരിട്ട് വിളിക്കാൻ തോന്നും. അതെ, അതെല്ലാം മാനുഷികമായി തോന്നുന്നതാണ്. പക്ഷേ ഇവിടെ പൗലോസ് മാനുഷികമായല്ല ഈ ഏലിമാസിനെ ചില വാക്കുകൾ വിളിക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സാധാരണ ഇതൊക്കെ ആരാ പറയാറ്? ലോക മനുഷ്യനും പറയുമല്ലേ, സാത്താന്റെ സന്തതി, പിശാചിന്റെ മോനെ എന്നൊക്കെ അല്ലെ, മാനുഷികമായ ബുദ്ധിയിൽ നമ്മൾ പറയും. പക്ഷെ ഇത് പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിലാ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഒരുവനെ ചീത്ത പറയാമെന്നാണോ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണോ അത് പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് ആ മനുഷ്യനെ അഭിസംബോധന ചെയ്യുകയാണ്. കർത്താവ് ഒരിക്കലും പറഞ്ഞല്ലേ, ആ കുറുക്കനോട് ചെന്ന് പറയുവിൻ അല്ലെ. അല്ലെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:32 പറയുകയാണ്, ആ ഹെരോദാവിനോട് പറയുകയാണ്, ആ കുറുക്കനോട് ചെന്ന് പറയുവിൻ എന്ന് കർത്താവ് പറയുക അല്ലെ. അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 23:27 വാക്യത്തിൽ വെള്ളയടിച്ച ശവക്കല്ലറകൾക്ക് തുല്യമാണ് നിങ്ങൾ എന്ന് ആരോടാ പറഞ്ഞത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുക അല്ലെ. മത്തായി എഴുതിയ സുവിശേഷം 16:23 അപ്പോസ്തലനായ പത്രോസിനെയും ചൂണ്ടിക്കാണിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? സാത്താനെ എന്നെ വിട്ടുപോ. പരിശുദ്ധാത്മാവുള്ള കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവുള്ള പൗലോസും അവരുടെ വായിൽ നിന്ന് വന്ന പദങ്ങൾ ഒന്ന് സൂക്ഷിക്കണം. ഒരു ലോക മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന അതേ പദങ്ങൾ തന്നെയാണ് കർത്താവിന്റെ വായിൽ നിന്നും അല്ലെങ്കിൽ പൗലോസിന്റെ വായിൽ നിന്നും വന്നത്. പക്ഷേ രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്? അവൻ പിശാചിന്റെ സന്തതിയാണെങ്കിൽ അവൻ പിശാചിന്റെ സന്തതിയാണ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ അവന്റെ ആ സ്വഭാവം വെളിപ്പെടുത്തുന്നത് മാത്രമാണ്. അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഒരു വികാര പ്രകടനമല്ല കർത്താവും പൗലോസും ചെയ്തത്. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ലോക മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ പൗലോസ് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പറയുകയാണ്, ഹേ സകല പാപവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിക്കും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നിനക്ക് നിർത്താൻ പാടില്ലേ അല്ലെ. വളരെ കണിശമായ ഭാഷയിൽ പറയുക. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ,
ഒരു മനുഷ്യൻ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാണ് എന്നുള്ളത് ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുകയുള്ളൂ. അവൻ പരിശുദ്ധാത്മാവിൽ പറയുക, മുന്നിൽ നിൽക്കുന്ന ഏലിമാസ് എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ സ്വഭാവ ഗുണങ്ങൾ ഇന്നതാണ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. കാര്യം പിടികിട്ടിയോ? അല്ലാതെ അവിടെ കാണുന്ന ഒരു വികാര പ്രകടനമായിട്ട് ആരും കരുതരുത്. കാരണം ഇവിടെ വ്യക്തമായി പറയുകയാണ്, ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് അവനെ വിളിച്ചത്, അല്ലെ? കർത്താവ് വിളിച്ചതുപോലെ, കുറുക്ക എന്ന് വിളിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ശാപവാക്കുകൾ പോലെ തോന്നാവുന്ന ചില വാക്കുകൾ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന്റെ അഭിസംബോധനകളാണ്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് യോജിക്കുന്ന അഭിസംബോധന. പരിശുദ്ധാത്മാവ് ഒരിക്കലും കള്ളം പറയുകയില്ലല്ലേ, അല്ലേ? ഒരിക്കൽ നഥനയേലിനെ ദൈവം കണ്ടു, കർത്താവ് കണ്ടു. എന്താ പറഞ്ഞത്? ഇതാ യഥാർത്ഥ ഒരു ഇസ്രായേൽക്കാരൻ, ഇവരിൽ കപടമില്ല. കണ്ടോ? എന്നാൽ ഈ എലിമാസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സകല കപടവും നിറഞ്ഞവരെ. ഉള്ള അവസ്ഥയെ പരിശുദ്ധാത്മാവ് തുറന്നു കാണിക്കുന്നു. മനസ്സിലായോ? ഇതാണ് അതിന്റെ വാസ്തവമായ കാര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പലരും അസഭ്യം പറഞ്ഞതായിട്ടും നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ശൗല് താൻ രാജാവായപ്പോൾ ദാവീദിനോടുള്ള അസൂയ മൂലം അവിടെ തന്റെ മകനായ ജോനാഥൻ ദാവീദിനെ സഹായിച്ചപ്പോൾ അവിടെ ചില ശാപവാക്കുകൾ, അല്ലെങ്കിൽ തൻ്റെ മകനായ ജോനാഥനോട് അവൻ്റെ അമ്മയെ ചൊല്ലിപ്പോലും ചില ശാപവാക്കുകൾ, അല്ലെങ്കിൽ അരുതാത്ത ചില വാക്കുകൾ അവിടെ ശൗൽ പറയുന്നുണ്ട്. കാരണം അവിടെ പറയുന്നുണ്ട്, അവനിലൊരു ദുരാത്മാവിനെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ദുരാത്മാവിൽ പറയുന്ന വാക്കാണോ സത്യത്തിന്റെ ആത്മാവിൽ പറയുന്ന വാക്കാണോ എന്നുള്ളത് വിവേചിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ഇവിടെ പൗലോസ് ഈ മനുഷ്യനെ ശാസിക്കുകയാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വരവൻ ആഗ്രഹിച്ചിരുന്ന ഈ സെർജിയൂസ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാനാ ഈ മനുഷ്യൻ നോക്കിയതല്ലേ. അപ്പോൾ തന്നെ ഈ എലിമാസ് എന്ന് പറയുന്ന മനുഷ്യൻ അന്ധനായി തീരുകയും, അല്ലെങ്കിൽ അവൻ കൈ പിടിച്ച് നടക്കുവാൻ ആളുകളെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഇവനൊരു യഹൂദനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ തിരസ്കരണത്തിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ, യഹൂദന്മാരിൽ നിന്നുള്ള വലിയൊരു തിരസ്കരണം ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിന് നേരിട്ടപ്പോൾ, ഇവിടെ പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തെ പോലും തിരസ്കരിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിൽ യഹൂദരെ ഒന്നടങ്കം, എന്ന് പറഞ്ഞാൽ ഈ അത്തിവൃക്ഷത്തിൽ ഇനി ഫലം കായ്ക്കാതെ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, യഹൂദന്മാർ ഇനി അല്പകാലത്തേക്ക് കണ്ണു കാണാതെ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊരു പ്രവചനം പോലെ പൗലോസ് പറയുകയാണ്. ഇന്നും യഹൂദന് യേശുവാണ് മശിഹ എന്ന് തിരിച്ചറിയാത്ത ഒരു സ്റ്റേജിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഇവർക്ക് ദൈവം കൊടുത്ത പ്രകാശം ഇവരെ സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹൂദന്മാർക്ക്, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, യഹൂദന്മാർക്ക് പാർഷ്യൽ ബ്ലൈൻഡ്നെസ്, ഭാഗികമായ തിമിരം അവർക്ക് വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ, ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ തിരുവചനം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചതായിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായും ചിന്തിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ തന്നെ വിളിച്ച് വേർതിരിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഏൽപ്പിക്കുകയാണ്. തനിക്ക് ലഭിച്ച ഈ സുവിശേഷത്തെ പ്രതിയും, തനിക്ക് ലഭിച്ച ഈ ഉത്തരവാദിത്തത്തെ പ്രതിയും, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ഈ മാർമിക സത്യത്തെ പ്രതിയും, താൻ ഈ സുവിശേഷവുമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും താൻ എങ്ങനെ അത് ഫേസ് ചെയ്തു, എത്രത്തോളം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസ് പ്രതികൂലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് അനുഭവിച്ച ഈ പ്രതികൂലങ്ങളും അല്ലെങ്കിൽ ഈ കഷ്ടതകളും നമ്മെ സംബന്ധിച്ച് എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല പാഠങ്ങൾ എന്നെല്ലാമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന് ഒത്തിരിയേറെ തിക്താനുഭവങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 13-ന്റെ 50-ാം വാക്യം. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. 14-ന്റെ 5-ാം വാക്യം. അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടെ ഒരു ആക്രമണം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. 14-ന്റെ 19-ാം വാക്യം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും
യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 16-19 വാക്യം. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. മതി. ഇത്രയും വാക്യങ്ങൾ വായിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച ചില പ്രതികൂലങ്ങളെ കുറിച്ച് അവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം കൊടുത്തിരിക്കുന്ന ഈ സുവിശേഷ സംബന്ധമായി താൻ അത് സുവിശേഷവുമായി കടന്നുപോയപ്പോൾ തനിക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ താൻ ഫേസ് ചെയ്യേണ്ടി വന്ന ചില സന്ദർഭങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ചിലര് അസൂയ നിറഞ്ഞ് ദുഷിച്ച് പൗലോസിനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. തന്നെയുമല്ല, പൗലോസിനെ അടിച്ചവർ കാരാഗ്രഹത്തിലാക്കുകയാണ്. ഒരിക്കൽ കല്ലെറിഞ്ഞ് താൻ മരിച്ചുവെന്ന് വിചാരിച്ച് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. ഇങ്ങനെ നിരവധിയായ കഷ്ടങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പറയുകയാണ്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. പ്രൈസ് ദി ലോർഡ്. മതി. 1 കൊരിന്ത്യർ ലേഖനം 4-11 അവിടെയും പറയുന്നുണ്ട്, വിശപ്പ്, ദാഹം, വസ്ത്രമില്ല, വീടില്ല, ഉപദ്രവം, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു, ദൂഷണം ഏൽക്കേണ്ടി വന്നു എന്നിങ്ങനെ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു പട്ടിക കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനവും 1 കൊരിന്ത്യർ ലേഖനവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ പ്രതികൂലങ്ങൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ കുടുംബസ്ഥരായി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിലും വളരെ വലിയ കഷ്ടങ്ങളാണ് ഒരു സുവിശേഷകൻ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാ, വീടുകളിൽ പാർക്കുന്നവരാ അല്ലേ? ഈ പറഞ്ഞ എന്തെങ്കിലും കഷ്ടങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹത്തിലകപ്പെടുക, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, വിശപ്പ്, ദാഹം, വസ്ത്രമില്ല, വീടില്ല, ഉപദ്രവമേൽക്കുന്നു എന്നിത്യാദി പ്രയാസങ്ങളിലൂടെ പൗലോസ് കടന്നു പോവുകയാണ്. ഇത് തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അപ്പനെയും അമ്മയും നോക്കുവാനുള്ള അധ്വാനത്തെ പ്രതി അല്ല ഇതൊക്കെയും അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇത് അനുഭവിക്കുന്നത് ദൈവം കൊടുത്ത ഒരു സുവിശേഷത്തെ പ്രതിയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഈ സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. അത് POC ബൈബിളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനത് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെടട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുമുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളിലൂടെ വാസ്തവത്തിൽ തങ്ങളുടെ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്കും തങ്ങൾക്ക് ദൈവം തരുന്നൊരു സമാശ്വാസത്തിലേക്ക് കടക്കുവാൻ നമുക്കും ഒരു മുഖാന്തരമായി തീരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച ഈ കഷ്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രത്തോളം കഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ബോധ്യം വരുമ്പോൾ, കൊച്ചു കൊച്ചു കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പൗലോസ് ഇത്രത്തോളം കഷ്ടങ്ങൾ അനുഭവിച്ച വ്യക്തിയാണല്ലോ എന്നുള്ള ചിന്താഗതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുവാനിടയായി തീരും. നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, കാലില്ലാത്തവനെ കാണുമ്പോഴാണ് എൻ്റെ വിരലില്ലാത്ത ദുഃഖം ഞാൻ മറക്കുന്നത് എന്ന്, അല്ലേ? എന്ന് പറഞ്ഞാൽ അവന് കാലേ ഇല്ല, 2 കാലമില്ലാത്തൊരുവനെ കാണുമ്പോൾ ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കുക, എൻ്റെ കൈ മുറിഞ്ഞല്ലോ, എൻ്റെ കൈ മുറിഞ്ഞല്ലോ, എൻ്റെ കൈ മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഇതാ 2 കാലുമില്ലാത്തവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കൈ മുറിഞ്ഞത് എനിക്ക് വല്ല ദുഃഖവുമാണോ? ആണോ? എൻ്റെ ഈ കൈ മുറിഞ്ഞത് എനിക്കൊരു ദുഃഖമല്ലാതായി തീരുന്നത് എങ്ങനെയാ?
രണ്ട് കാലുമില്ലാത്തവരെ കാണുമ്പോൾ എനിക്ക് ദൈവത്തോട് നന്ദി പറയാൻ കഴിയും. എനിക്ക് രണ്ട് കാലുകളുമുണ്ട്, രണ്ട് കൈകളുമുണ്ട്, ഒരല്പം മുറിവേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സമാശ്വാസം കിട്ടുവാനിടയായി തീർന്നോ? അല്ലേ? ഇത് തന്നെയാ പൗലോസ് പറയുക, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ സമാശ്വസിപ്പിക്കുമ്പോൾ ഇതേപോലുള്ള കഷ്ടങ്ങൾ നിങ്ങളും അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ആശ്വാസത്തിന് കാരണമായി തീരും എന്നുള്ളത് പൗലോസ് പറയുക. തന്നെയുമല്ല, ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. കണ്ടോ? അപ്പോൾ വലിയ കഷ്ടങ്ങളിൽ അകപ്പെടുമ്പോൾ, ആ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ നമുക്കൊരു സമാശ്വാസമുണ്ട്, അല്ലേ? വലിയ കഷ്ടത്തിൽ അകപ്പെട്ടു, അതിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ സമാശ്വാസവും നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ 6-ാം വാക്യം, ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. 7-ാം വാക്യം, ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം. താഴേക്ക് വായിക്കുകയാണ്, സഹോദരന്മാരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഏഷ്യയിൽ വെച്ച് ഞങ്ങൾ അനുഭവിച്ച കഷ്ടം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസഭയോടും പറയുന്നത് തന്നെയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഏഷ്യയിൽ വെച്ച് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. അതെന്തിനാ? പൗലോസ് അനുഭവിച്ച കഷ്ടം നമ്മൾ അറിയേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ഒരു കഷ്ടവും അനുഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അവസ്ഥ, അതിൽ പറയുന്നു വിശപ്പ്, ദാഹം, വസ്ത്രമില്ല, വീടില്ല, ഉപദ്രവമേൽക്കുകയാണ്, കോലുകൊണ്ടടിക്കുകയാണ്, കല്ലെറിയുകയാണ്. ഇതിലേതെങ്കിലും ഒരു കഷ്ടം നമുക്ക് വന്നിട്ടുണ്ടോ? ഒരു കഷ്ടവും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ കഷ്ടം വന്ന പൗലോസോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഏഷ്യയിൽ വെച്ചുണ്ടായ കഷ്ടം നിങ്ങളൊന്ന് അറിയണം. കാരണം എന്താ? നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, മനം മടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലും വലിയ കഷ്ടതകൾ അനുഭവിച്ച വ്യക്തി ജീവിതങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മളെ എത്രത്തോളം കരുതി എന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, പ്രൈസ് ദി ലോർഡ്, മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന് ഈ കഷ്ടങ്ങളൊന്നും പോരാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശം പൗലോസിനെ കുറിച്ചുണ്ടായല്ലേ? അതായത് ദൈവം ആഗ്രഹിക്കുകയാണ് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നവനായി തീരണം എന്ന് ദൈവം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഇപ്പോൾ മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിൽ പൗലോസിനെ കൊണ്ടെത്തിക്കുകയാണ്. കാര്യം മനസ്സിലായോ? നമ്മളിപ്പോഴാണ് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, സാമ്പത്തികമായ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പക്ഷേ പൂർണ്ണമായും ദൈവത്തിലേക്ക് ആശ്രയിക്കണമെങ്കിൽ അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തോട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എപ്പോഴാ സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആരോടെങ്കിലും പറയുന്നപ്പോഴാ? ഒരു പ്രതികൂലവും പ്രതിസന്ധിയും വരുമ്പോഴാ, ഒരു ആവശ്യഭാരം വരുമ്പോഴാ, അല്ലേ? അല്ലെങ്കിൽ പ്രാർത്ഥന വേണ്ട, എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കേണ്ട, എൻ്റെ വീട്ടിൽ സമൃദ്ധമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കണോ? വേണ്ട. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഞെരുക്കം വേണം. അപ്പോൾ ഇത്രയും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പൗലോസ്, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ പൗലോസ് കടന്നു പോകുക. ഈ സാഹചര്യത്തിൽ പോലും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നൊരു അവസ്ഥ പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, പൗലോസ് അത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഞങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഞങ്ങളിപ്പോൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥ ദൈവം കൊണ്ടുതന്നു. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ സംബന്ധമായി തന്നെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട്, നാളെ പൗലോസേ നീ മരിക്കുകയാ, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ കൊണ്ട് ദൈവം എത്തിച്ചു. പൗലോസിന്റെ കാര്യം പിടികിട്ടി. ഇനി എന്താ? ഇനി മുന്നോട്ട് മരണം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? താൻ മരിക്കാൻ പോവുകയാ. ഇവിടെ എന്താ വായിച്ചത്? മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അതെന്ന്. എന്താ മനസ്സിലായത്? ഞാനിപ്പോൾ മരിക്കും എന്നുള്ളൊരവസ്ഥയിൽ, അല്ലെ, എൻ്റെ കൈകളും കാലുകളും ബന്ധിച്ചിട്ടിരിക്കുക,
എൻ്റെ കഴുത്തറക്കുവാൻ വേണ്ടി വാൾ പിടിച്ച് നിൽക്കുകയാ. ഇവിടെ ആരെ ഞാൻ ആശ്രയിക്കും? ഇവിടെ ദൈവമല്ലാതെ മറ്റാരും ആശ്രയത്തിനില്ല അല്ലേ? അപ്പോൾ പൗലോസ് പറയുക, ഈ അവസ്ഥയെ നോക്കിയിട്ട് പറയുക, ഈ അവസ്ഥ എനിക്ക് വന്നത് ഇനി ദൈവത്താൽ അല്ലാതെ, അല്ലെങ്കിൽ പൂർണ്ണമായും 100% ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി ആയിരുന്നു ഈ മരണഭയം എന്നുള്ളത് പൗലോസ് പറയുക. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായോ? അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഏതാ? അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ സംബന്ധമായി അനുഭവിച്ച കഷ്ടം. നിരവധിയായ കഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ താൻ മരിക്കുമെന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ തന്നെ 100% ആശ്രയിക്കുവാൻ തക്കവണ്ണം ഒരു അവസ്ഥ ദൈവം കൊടുക്കുക. എന്നിട്ട് പറയുക, അങ്ങനെ അത്തരം വലിയൊരു വിപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു, ഞങ്ങളെ വിടുവിച്ചു, ഇനിയും ഞങ്ങളെ വിടുവിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് പ്രത്യാശിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വാക്കുകളിൽ നിന്നും, ഈ തിരുവചനത്തിൽ നിന്നും നമുക്കെന്ത് മനസ്സിലായി? ഇന്ന് നമ്മുടെ സഭയിലായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, പല വിധത്തിലുള്ള കഷ്ടങ്ങളാൽ ഞെരുക്കിയിരിക്കുന്ന ആളുകളാ. രോഗങ്ങളാൽ, സാമ്പത്തിക ക്ലേശങ്ങളാൽ, ജീവിതം മതി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആത്മഹത്യക്ക് പോലും കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ഈ 2 കാലില്ലാത്തവന്റെ അവസ്ഥ കണ്ടിട്ടില്ല. അവരുടെ ഈ ചെറുവിരൽ മുറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാ. അവർ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അവർ വളർന്നിട്ടില്ല. അങ്ങനെ വളരണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് ഞങ്ങൾ മരണഭയത്തിൽ അകപ്പെട്ടു പോയി, എന്നാൽ അവിടെ നിന്നും ഞങ്ങളെ ദൈവം വിടുവിച്ചു, ഇനിയും ഞങ്ങളെ വിടുവിക്കും. കണ്ടോ, ഈ മനുഷ്യന് അങ്ങനെ ഒരു പ്രത്യാശ ഉണ്ടായത് അപ്പോഴാ, തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവം ഇടപെട്ടപ്പോഴാ. ജീവിതാനുഭവത്തിന്റെ മധ്യത്തിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവിടെ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീർന്നപ്പോഴാണ് പൗലോസിന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. തന്നെയല്ല, പൗലോസ് വീണ്ടും പറയുകയാണല്ലോ, ഏഷ്യയിൽ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ പൗലോസ് പഠിച്ചു വളർന്ന ആ മേഖലയിലേക്ക് എനിക്കും നിങ്ങൾക്കും പഠിച്ചു വളരുവാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുക. ഇൻഡിവിജ്വലായിട്ട്, പ്രൈസ് ദി ലോർഡ്, വ്യക്തിപരമായി ദൈവം തന്നിരിക്കുക. ഇതാർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം, മനസ്സിലാക്കാം. ഇതിന്റെ ആഴങ്ങൾ തിരിച്ചറിയുന്നതിനനുസരിച്ചും അത് പറയുന്നതിനനുസരിച്ചും സ്വർഗത്തിൽ നമുക്ക് വളരെ പ്രതിഫലങ്ങളുണ്ട്. എന്നാൽ ഈ ആഴങ്ങളുമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരായി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല, അല്ലെ? ഇതേപോലെ കഷ്ടം സഹിച്ച് സുവിശേഷം പറഞ്ഞ പൗലോസിനാണോ, ഒരു കഷ്ടവും സഹിക്കാതെ AC റൂമിൽ ഇരിക്കുന്ന നമുക്കാണോ കൂടുതൽ പ്രതിഫലം ലഭിക്കുക? അവിടെയും വ്യത്യസ്തതകളുണ്ട്, അല്ലെ? ഈ അനുഭവിച്ച കഷ്ടങ്ങളുണ്ടല്ലോ, ഇവിടെ വിശപ്പ്, ദാഹം, വസ്ത്രമില്ല, വീടില്ല, ഉപദ്രവം ഏൽക്കുന്ന ഒരവസ്ഥ, കല്ലെറിയുന്നൊരവസ്ഥ, ഇതൊന്നും നമുക്ക് നേരിട്ടിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? ഇത്രയും കഷ്ടം അനുഭവിച്ച് ഈ സുവിശേഷം പറഞ്ഞ മനുഷ്യന്റെ ഉൾക്കാഴ്ച എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ വചനം വായിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം തന്നെ ഒന്ന് പഠിക്കുമ്പോൾ അവിടെയുള്ള ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അത് വളരെ പൗലോസ് അവിടെ ഒരു തർക്കമോ വാദമോ ഉന്നയിക്കാതെ വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനെ നയിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നുണ്ടല്ലോ, കർത്താവിന്റെ ദാസൻ ചണ്ട കൂടരുത്, കലഹപ്രിയനായിരിക്കരുത്, അവൻ തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കരുത്, അല്ലെ? നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക എന്ന് തിമോത്തിയോസിനോട് ലേഖനം എഴുതി പറയുമ്പോൾ അതിന്റെ ആ സാരാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിന് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ പലരും ചിന്തിക്കും, ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണോ ഇത് അറിയുന്നത്? കൃപയാൽ അത് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചു പ്രിയമുള്ളവരെ, അല്ലേ? ഒരു കാലത്ത് പത്രോസിനും കൂട്ടർക്കും അറിയാതിരുന്നൊരു സത്യത്തെക്കുറിച്ച് പൗലോസിന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പത്രോസിനും കൂട്ടർക്കും വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഞങ്ങളെക്കാൾ എന്ത് കൂടുതലാണ് നിനക്കറിയാവുന്നത് എന്ന് ചോദിക്കാമായിരുന്നു, അല്ലേ? പക്ഷേ പൗലോസായാലും പത്രോസായാലും പരിശുദ്ധാത്മാവുള്ള വ്യക്തികളായതുകൊണ്ട് പൗലോസിന്റെ ശുശ്രൂഷയെ പത്രോസ് മനസ്സിലാക്കി ആ രീതിയിൽ പൗലോസിനെ അയക്കുകയാണ്. പത്രോസിന്റെയും കൂട്ടരുടെയും ഏഷ്യ മൈനറിലുള്ള ശുശ്രൂഷയെ മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ പൗലോസും അവരെ വിട്ടിട്ട് അവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തിൽ നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. 14:22 പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ മനസ്സിനെ എങ്ങനെയാണ് ഉറപ്പിച്ചു പോകുന്നത്?
അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സുഖകരമായ ഒരു വഴി നമ്മുടെ മുൻപിലില്ല. വളരെ കഷ്ടം നിറഞ്ഞ അവസ്ഥയിലൂടെ ഈ സത്യം ചുരുക്കം പേരാണോ, 5 പേരാണോ, 10 പേരാണോ മനസ്സിലാക്കിയത്? എല്ലാവർക്കും 1-ാം റാങ്ക് കിട്ടുന്നില്ല. ആ 1-ാം റാങ്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടവും വലവും നോക്കാതെ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകം നമ്മളെ വെറുക്കും, കുടുംബക്കാർ നമ്മളെ വെറുക്കും, സഭക്കാർ നമ്മളെ വെറുക്കും, അയൽപക്കക്കാർ നമ്മളെ വെറുക്കും. ഈ ലോകം മുഴുവനും വെറുത്താലും ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ അകാവശ്യപൂർവ്വം കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ അവർക്കും അത് വെച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുക. തനിക്ക് ലഭിച്ച ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കണമെന്ന് തന്നെയാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആഴമായിട്ടുള്ള ദൈവവചന പഠനം, ധ്യാനം അത് നമുക്ക് ആവശ്യമാണ്. അതിലൂടെ സകലത്തെയും സന്തോഷപ്രദമായി, അല്ലെ, ജയിലിൽ കിടക്കുമ്പോഴും പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. എങ്ങനെയാണ് ഈ മനുഷ്യന് സന്തോഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ ഉന്നത പ്രത്യാശയിൽ പൗലോസിന് നിൽക്കാൻ കഴിയുന്നത്? ഇത് വേറൊരു തലമാണ്, വേറൊരു റേഞ്ചാണ്. മാനുഷിക ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, പരിശുദ്ധാത്മാവിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും ബോറിംഗ് ആയി തോന്നുന്ന ഒരു പ്രസംഗമാണ് ഇതെന്ന് ലോക മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്ന ആഴമായ സത്യങ്ങൾ അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ ഒരു പടി കൂടി കടത്തിയിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവസഭയ്ക്ക് ദൈവം അറിയിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദൈവം ശക്തിയോടെ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തി കൊണ്ട് ദൈവം നമ്മൾ നനയ്ക്കുന്നതിലും പരമായ, അത്യന്തപരമായ ദൈവത്തിന്റെ ശക്തിയാൽ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കുകൾ നിർത്തുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.